തിരുവനന്തപുരം വർക്കലയിൽ ടൂറിസം മേഖലയിൽ സുരക്ഷ കർശനമാക്കണമെന്ന ആവശ്യം ശക്തം. അനധികൃതമായി നിരവധി ഹോം സ്റ്റേകളാണ് വർക്കല ക്ലിഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇന്റർപോൾ തെരയുന്ന വിദേശിയെ വർക്കലയിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലകളിൽ അനധികൃത ഹോം സ്റ്റേകൾ പെരുകുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ലിത്വാനിയൻ പൗരൻ അലക്സീച്ച് ബെസിക്കോവിനെ ഇക്കഴിഞ്ഞ ദിവസം വർക്കല കുരിക്കണ്ണി കാക്കോട് മുക്കിന് സമീപമുള്ള സോയ വില്ലയിൽ നിന്നും ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി വർക്കല പോലീസ് പിടികൂടിയിരുന്നു. വർക്കല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് നിരവധി ഹോം സ്റ്റേകളാണ് അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ മേഖലയിൽ പല ഹോം സ്റ്റേകളുണ്ട്. പലതും ആരാണ് എടുത്തേക്കുന്നതെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും ആർക്കും അറിയില്ല. ഒരാൾ വരും, ഒരു വീട് നോക്കും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി സുരക്ഷാ ഭാഗങ്ങളൊന്നും ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല. എന്നാൽ തീരത്തിനോട് ചേർന്നുള്ള റിസോർട്ടുകളിൽ വിദേശികൾ താമസിക്കാറില്ല. ഉൾപ്രദേശങ്ങളിലുള്ള ഹോം സ്റ്റേകളിലാണ് വിദേശികൾ തിരഞ്ഞെടുക്കാറുള്ളത്. 1-2 വർഷമാണ് വിദേശികൾ ഹോം സ്റ്റേകൾ വാടക ഇനത്തിൽ ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ വിദേശികളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ തിരികെ വിദേശത്ത് പോയി വീണ്ടും തിരിച്ചു വരുമ്പോഴേക്കും സമാനമായ ഹോം സ്റ്റേകൾ തന്നെ ഇവർ നിലനിർത്തുന്നു. ഇതെല്ലാം ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് നിൽക്കൂ. കാരണം റിസോർട്ട് ഏരിയകളിൽ നിന്ന് വെച്ചാൽ വരുന്ന പാസ്പോർട്ട് അപ്പോഴേ മേടിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരത്തില്ല. ഈ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നാലേ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ആരെങ്കിലും വെട്ടിക്കൊന്നിട്ടിട്ട് പോയാലും ആര് വെട്ടി എന്ത് വെട്ടി ഒരു പിടിയില്ല. നിരവധി ഹോം സ്റ്റേകളുടെ മറവിൽ ക്രോസ് മസാജിങ്ങും മയക്കുമരുന്ന് കച്ചവടം, പെൺവാണിഭം ഉൾപ്പെടെയുള്ള നിരവധി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വർക്കല നഗരസഭയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത നിരവധി ഹോം സ്റ്റേകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള ഹോം സ്റ്റേകളിൽ പോലീസിന്റെ ശക്തമായ പരിശോധന വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വർക്കലയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇതിനെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. കൂടാതെ ഒട്ടുമിക്ക ഹോം സ്റ്റേകളും ചുറ്റുവട്ടത്തുണ്ട്. ആ ഹോം സ്റ്റേകൾ ഉൾപ്പെടെ കൃത്യമായ അന്വേഷണം നടത്തി ശരിയായിട്ടുള്ള ആൾക്കാരെ മാത്രം ടൂറിസം മേഖലയിലോട്ട് അടുപ്പിക്കുക എന്ന് പറയുന്നത്. നിരവധി കുറ്റവാളികളും തീവ്രവാദികളും വർക്കല വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വന്നു പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. കേരള പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഈ മേഖലകളിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.